Hi friends, welcome to Wooden Spoon. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ പുതുതായി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഹോം മെയ്ഡ് ബ്രോസ്റ്റഡ് ചിക്കനാണ്. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയതാണ്. നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ വേണം. ഇത് 1/2 kg മെഷർമെൻ്റ് ആണ് ഞാൻ പറയുന്നത്. ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുത്തത്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സോയാ സോസ് ആഡ് ചെയ്യുന്നത്, അപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് മാത്രം ഉപ്പിടുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി വേണ്ടത് 1 ടീസ്പൂൺ അറബിക് സ്പൈസ് മസാല. ഇത് നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ മീറ്റ് മസാല, അത് ഏതായാലും കുഴപ്പമില്ല, അത് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ സോയ സോസ്, 4 ടേബിൾ സ്പൂൺ തൈര്, 4 ടേബിൾ സ്പൂൺ തൈര്. കട്ടത്തൈരാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ നന്ന വെള്ളം കൂടുമ്പോൾ വല്ലാത്തൊരു ലിക്വിഡ് ഫീൽ ആവും, അപ്പോൾ മിക്സ്ചറൊക്കെ പിടിക്കാനൊരു ഇത്. ഇനി വേണ്ടത് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ. ഇത് ജസ്റ്റ് ഒരു റെഡിഷ് കളർ കൊടുക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്യുന്നതാണ്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചിക്കൻ പീസിലൊക്കെ നന്നായി ഒന്ന് കോട്ടാവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത ശേഷം ഏറ്റവും ബെസ്റ്റ് ടൈം ഓവർനൈറ്റ് വെക്കലാണ്. പക്ഷേ ഇനിയിപ്പോൾ അതിനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മിനിമം ഒരു 3 hours ആണ് ഇതിൻ്റെ ഒരു മാരിനേഷൻ ടൈം എന്ന് പറയുന്നത്, മിനിമം. അത് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ, അതായത് താഴ്ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഫോർക്കോടെ ഒന്ന് പോക്ക് ചെയ്ത് വെക്കാം, ഫോർക്കോ അല്ലെങ്കിൽ നൈഫോ. ഇത് ജസ്റ്റ് ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കാം. 6 ടേബിൾ സ്പൂൺ മൈദ, ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. 2:1 എന്ന റേഷ്യോയിലാണ് ഇത് എടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ 6ഉം 3ഉം ആ ഒരു റേഷ്യോയിലാണ്, പ്രൊപ്പോർഷനിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അനുസരിച്ചിട്ട് എങ്ങനെയാണോ ഈ 2:1 കണക്കാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത് ഓപ്ഷണലാണ്. എനിക്ക് പെപ്പർ പൗഡറിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. ഇത് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം, ജസ്റ്റ് ഒരു ഫ്ലേവർ കൊടുക്കാനാണ്. ഇതിലേക്ക് ചിക്കൻ ക്യൂബ്സ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മാഗിയാണ്, നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അതെടുക്കാം. അത് ഒരു 2 ക്യൂബ്സ് എടുത്തിട്ട് നന്നായി പൊടിച്ചിട്ടൊന്ന് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് നന്നായി പൗഡർ ആക്കിയതാണ്. അത് ഒരു 2 ക്യൂബ്സാണ് എടുത്തത്. അതിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എല്ലാം റെഡിയാണ്. നമ്മൾ മാരിനേറ്റഡ് ചിക്കൻ, പിന്നെ നമ്മൾ ഡിപ്പിംഗ് കോട്ട്, പിന്നെ 2 മുട്ട. ഇനിയിപ്പോൾ നമുക്ക് കോട്ട് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ഒരു പീസ് എക്സസ് ആയിട്ടുള്ള മാരിനേറ്റെല്ലാം ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഈ മിക്സ്ചർ, അതായത് ഡിപ്പിംഗ് മിക്സ്ചറിലേക്കൊന്ന് ഫസ്റ്റ് മുക്കി ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ സൈഡ്സും കവർ ചെയ്ത ശേഷം, ഇതൊക്കെ കണ്ടില്ലേ, എല്ലാ സൈഡ്സും നന്നായിട്ട് കവർ ചെയ്യണം. ഇത് നമ്മളിപ്പോൾ ഡബിൾ കോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫ്ലോർ മിക്സിൽ മിക്സ് ചെയ്ത്, പിന്നെ നമ്മൾ മുട്ടയിൽ മുക്കി, പിന്നെ വീണ്ടും നമ്മൾ ഫ്ലോർ മിക്സ്. അതാണ് ഡബിൾ കോട്ടിങ്. ഇത് നന്നായി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഡബിൾ കോട്ടിങ് കൊടുക്കുന്നത്. വീണ്ടും ബാക്കി എല്ലാ പീസസും ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൽ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ എല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടല്ലോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാല്ല, അതല്ലാതെ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുക. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. പിന്നെ അതിലേക്ക്
നമുക്ക് ചിക്കൻ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് എപ്പോൾ എന്ത് ചിക്കൻ ഐറ്റംസ് ഇപ്പോൾ എന്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ്. നന്നായിട്ടൊന്ന് പാൻ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് പിന്നെ ഫ്രൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ജസ്റ്റ് ഔട്ടർ ഇത് മാത്രം കവറായിട്ട് ഉള്ളിൽ പൊരിയാട് വരും. അതുകൊണ്ടാണ് എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം എന്ന് പറയുന്നത്. ഒരു സൈഡ് ബ്രൗൺ ആയാൽ വീണ്ടും ഫ്ലിപ്പ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമുക്കെടുക്കാം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഫ്രൈ ചെയ്ത് വറുത്ത് കോരി എടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡായി. ഇനിയിപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ചിക്കൻ പീസസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.